ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ഈ രാത്രിത്തെ ചിന്തയ്ക്കായി വായിക്കാം. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെയും നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. Come and let us return to the Lord. The Bible says, for he has torn, but he will heal us. He has stricken, but he will bind us up. After 2 days, he will revive us. On the 3rd day, he will rise us up, that we may live in his sight. ദൈവത്തിന്റെ വചനത്തിൽ ഹോശേയ എന്ന പ്രവാചകൻ, സ്നേഹത്തിന്റെ പ്രവാചകൻ, ദൈവജനമായ ഇസ്രായേൽ മക്കൾ ദൈവ വഴികളിൽ നിന്ന് വിട്ടുപോയപ്പോൾ പല പ്രവാചകന്മാരും തൻ്റെ ജനത്തെ നോക്കി, ദൈവജനത്തെ നോക്കി ശാപകാരണമായ വാക്കുകൾ പ്രസ്താവിച്ചപ്പോൾ ഹോശേയ എന്ന പ്രവാചകനാണ് സ്നേഹത്തിന്റെ പ്രവാചകനായി തൻ്റെ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നത് പോലെ പുതിയ നിയമത്തിൽ സ്നേഹത്തിന്റെ പ്രവാചകൻ എന്നാണ് ഹോശേയയെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രവചന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ പ്രധാനമായും 7 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൺലൈനിൽ ഇന്ന് ലൈവായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ബൈബിളിൽ അത് ശ്രദ്ധിച്ചാൽ ഈ 7 കാര്യങ്ങളും അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഹോശേയ പ്രവചനം 6-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ഒന്നാമതായി നിങ്ങളെന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, അവൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന 7 കാര്യങ്ങൾ. 1, ബൈബിൾ പറയുന്നു, അവൻ സൗഖ്യമാക്കും. അവിടെ അങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്, അവൻ സൗഖ്യമാക്കും. 2, അവൻ മുറിവ് കെട്ടും. 3, അവൻ ജീവിപ്പിക്കും. 4, അവൻ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ ജീവിക്കും. 6, മഴ പോലെ നമ്മെ നനയ്ക്കും. 7, പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നിമിഷങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിക്കുക. ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വന്നാൽ, നാം ഒരു സ്റ്റെപ്പ് എടുത്താൽ, ദൈവത്തിലേക്ക് വരുവാൻ, അവൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നാം ഒരു സ്റ്റെപ്പ് എടുത്താൽ, ദൈവം നമുക്ക് വേണ്ടി എടുക്കുന്ന 7 സ്റ്റെപ്പുകൾ, 7 ചുവടുകളാണ് ഈ ഭാഗത്ത് പ്രവാചകൻ പറയുന്നത്. നാം യഹോവയുടെ അടുക്കിലേക്ക് വന്നാൽ ബൈബിൾ പറയുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. ഇന്ന് നമ്മുടെ ദേശങ്ങൾക്കെല്ലാം, നമ്മുടെ രാജ്യങ്ങൾക്കെല്ലാം ഈ ഭൂമിയാകമാനം ഒരു സൗഖ്യത്തിനായി കാംക്ഷിക്കുന്നു. ജാതി, മത, സഭ, സംഘടന വ്യത്യാസമന്യേ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു റെസ്റ്റോറേഷന് വേണ്ടി, ഒരു പുനർസ്ഥാപനത്തിന് വേണ്ടി, എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമത്തിലാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. സാമ്പത്തിക വ്യവസ്ഥകൾ, എക്കണോമി, എല്ലാ ബിസിനസ് മേഖലകൾ, ആത്മീക ശുശ്രൂഷകളുടെ മേഖലകൾ, കോളേജുകൾ, സ്കൂളുകൾ, എല്ലാ വിഭാഗങ്ങളിലും, എല്ലാ മേഖലകളിലും ഒരു റെസ്റ്റോറേഷന്റെ ആവശ്യകത വളരെ അധികമുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. വേദപുസ്തകത്തിലെങ്ങും അവൻ നമ്മെ രോഗിയാക്കുന്ന ദൈവമെന്ന് എഴുതി വെച്ചിട്ടില്ല. പുറപ്പാട് 15:26 ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു.
യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53 അധ്യായം 5 വാക്യം, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം 33 അധ്യായം 6 വാക്യം, ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മർക്കോസ് സുവിശേഷം 16 അധ്യായം 17 വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. യഹോവ റാഫ, അവൻ സൗഖ്യദായകനായ ദൈവമാണ്. 2019 വർഷങ്ങൾക്ക് മുൻപ് അന്ധന്മാരുടെ കണ്ണു തുറന്ന, ചെകിടന്മാരുടെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ കഠിനമായ പനിയെ, ജ്വരത്തെ ശാസിച്ച് സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച, തളർവാദ രോഗികളെ നിവർത്തി നിർത്തിയ, കടലിന്റെ മുകളിൽ നടന്ന, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ, കൂനയായ സ്ത്രീയെ നിവർത്തി നിർത്തിയ, തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണുകളെ തുറന്ന, അത്ഭുതങ്ങളെ ചെയ്ത യേശു കർത്താവ് ഏതോ കല്ലറയിൽ, ഖബറിൽ അടക്കപ്പെട്ട് കിടക്കുകയല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ജീവിക്കുന്നത് കൊണ്ട് ജീവിക്കുന്ന കർത്താവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. അതാണ് യെശയ്യാ പ്രവചനം 59:1 പറയുന്നത്. രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം 33 അധ്യായം 3 വാക്യം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് രാത്രിയിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ ശത്രു കടിച്ചു കീറി നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലും നിങ്ങളുടെ ലൈഫിനെ റിസ്റ്റോർ ചെയ്യുവാൻ, പുനഃസ്ഥാപിക്കുവാൻ, സകലത്തെയും ക്രമത്തിലാക്കുവാൻ സർവശക്തനാകുന്ന ദൈവം മതിയായവനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രിയപ്പെട്ടവരും ചിന്തിക്കാനിടയായി, ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവം എന്താണ് ഇങ്ങനെ രോഗം മനുഷ്യന് കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, ദൈവം രോഗത്തെ കൊടുത്ത ദൈവമല്ല. മനുഷ്യന്റെ ക്രമം വിട്ട ജീവിതം, വഴിവിട്ട ജീവിതം, അതിലെല്ലാം ഉപരിയായിട്ട് മനുഷ്യൻ എന്തൊക്കെ കഴിക്കണമെന്ന് ദൈവം പറയുന്നു, മനുഷ്യൻ എന്തൊക്കെ കഴിക്കരുതെന്ന് ദൈവം പറയുന്നു. പാമ്പിനെയും സ്തോത്രം കുറുക്കനെയും മുതലയും ഒക്കെ പിടിച്ച് തിന്നാൻ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. തിന്നരുതാത്തത് തിന്നുകയും നടക്കണ്ടാത്ത വഴികളിൽ നടക്കുകയും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും മനുഷ്യനിൽ പാപം പെരുകിയപ്പോൾ പാപത്തിന്റെ അനന്തര ഫലമായി രോഗങ്ങൾ ഉണ്ടാകുന്നു, തിന്മകൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ അവിടെ ഇവിടെയായി വ്യാധികൾ ഉണ്ടാകുന്നു. എന്നാൽ ഇതിനൊക്കെയും ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് പിറുപിറുക്കുന്നതല്ല, പരസ്പരം കുറ്റാരോപണം നടത്തുന്നതല്ല, അസൂയപ്പെടുന്നതല്ല, അവിശ്വസിക്കുന്നതല്ല, ദൈവത്തിലേക്ക് മടങ്ങി വരിക. Come on, let us return to the Lord. മനുഷ്യൻ തന്റെ പാപവഴികളെ ഉപേക്ഷിച്ച്, അഹങ്കാരങ്ങളെ ഉപേക്ഷിച്ച്, നിക്ഷേപങ്ങളെ ഉപേക്ഷിച്ച്, ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരിക. അവിടെയാ, അതാണ് സുരക്ഷിത സ്ഥാനം. ഈ ലോകത്തിലെ മറ്റൊന്നും സുരക്ഷിത സ്ഥാനം ശരിയായ കാര്യമാണ്. പക്ഷേ ചൈന പോലത്തെ രാജ്യങ്ങൾ എല്ലാ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സുകളും കണ്ടുപിടിക്കുന്ന, ശാസ്ത്രീയമായി വളരെ വളർന്ന ചൈന പോലത്തെ രാജ്യങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ പകച്ചുപോയ സാഹചര്യത്തിന്റെ നടുവിൽ ലോക ജനത ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. മനുഷ്യ, നിനക്കൊരു പരിധിയുണ്ട്, നിനക്കൊരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, യഹോവയിലേക്ക് മടങ്ങി വരിക. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷെ അവന്റെ പ്രത്യേകത, അവൻ സൗഖ്യമാക്കും. കർത്താവിലേക്ക് വരുന്ന പ്രിയപ്പെട്ടവരെ, അവൻ സൗഖ്യമാക്കും. ഇന്ന് രാത്രിയിലും ഈ ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദേശങ്ങളിൽ, ചില വ്യക്തികളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 2, അവൻ മുറിവ് കെട്ടും. ഈ മുറിവ് കെട്ടുക എന്ന് പറയുന്നത് പുറമേ ഉണ്ടായ ചില മുറിവുകളെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ. അതും ചെയ്യുവാൻ അവന് കഴിയും. ഹൃദയത്തിനേറ്റ മുറിവുകൾ, മനസ്സിനേറ്റ മുറിവുകൾ, ജീവിതത്തിനേറ്റ മുറിവുകൾ, സാഹചര്യങ്ങളാലും അവസ്ഥകളാലും ഹൃദയം മുറിഞ്ഞു കീറപ്പെട്ട്
എന്ത് ചെയ്യണമെന്ന് അറിയപ്പെടാതെ റിജക്ഷനുകൾ അനുഭവിച്ച്, ഒറ്റപ്പെടലുകൾ അനുഭവിച്ച്, വേദനകൾ അനുഭവിച്ച്, സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്ന, മനസ്സിന് മുറിവേറ്റ, മനുഷ്യനെ ഫേസ് ചെയ്യാൻ കഴിയാതെ, ആരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഇരിക്കുന്ന ചിലരെ നോക്കി ഇന്ന് രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടും. 3, അവൻ ജീവിപ്പിക്കും. 4, അവൻ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ നമ്മെ നനയ്ക്കും. 7, അവൻ പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. ഇതൊക്കെ ഈ 7 കാര്യങ്ങളും സംഭവിച്ചത് ഒറ്റ തീരുമാനത്തിന്റെ മുമ്പിലാ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹോശേയയുടെ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 7 കൂട്ടം കാര്യങ്ങളും ദൈവം നമ്മിൽ ചെയ്തത് ഒറ്റ ഒരു തീരുമാനത്തിന്റെ മുൻപിലാ. യഹോവയിലേക്ക് മടങ്ങി വരിക, കർത്താവിലേക്ക് മടങ്ങി വരിക. വിശുദ്ധ ബൈബിളിനകത്ത് പ്രവാചകൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ആ വാക്യം ദയവായിട്ട് ഒന്ന് വായിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 5:21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. സഹോദരങ്ങളെ, അത് തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവൻ സൗഖ്യമാക്കും, മുറിവ് കെട്ടും, ആശ്വസിപ്പിക്കും, മുൻമഴ പോലെ നമ്മളെ നനയ്ക്കും, പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും അവൻ നമ്മുടെ മേൽ പകരും. പക്ഷേ അതിന് കുറുക്കു വഴികളില്ല, അതിന് ട്രിക്സും ടെക്നിക്സും ഒന്നുമില്ല, അങ്ങനെ പറ്റത്തുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനമാ 91-ാം സങ്കീർത്തനം, അല്ലേ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ കുറിച്ചാ. യഹോവേ, നീ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ആരെ വിടുവിക്കും? അത്യുന്നതന്റെ ചിറകിന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുന്നവനെ കുറിച്ച്. ദൈവത്തിന്റെ ഷാഡോ, അവന്റെ നിഴലിൻ കീഴിൽ. ഇപ്പോ നിങ്ങൾക്കറിയാമോ, എൻ്റെ നിഴലിന്റെ അടുക്കൽ, എൻ്റെ നിഴൽ ഒരാളുടെ മേൽ തട്ടണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ മാറി നിൽക്കുന്നവന്റെ മേളിൽ എൻ്റെ നിഴല് തട്ടുകയില്ല. എൻ്റെ നിഴലിന്റെ കീഴിൽ നിൽക്കണമെങ്കിൽ 10 മീറ്റർ മാറി നിന്ന നടക്കുകയില്ല. ഒരു മനുഷ്യന്റെ നിഴൽ നിങ്ങളിൽ തട്ടണമെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ഒത്തിരി അടുത്തായിരിക്കണം. ആരുടെ നിഴലിൻ കീഴിൽ പാർക്കണം? സർവശക്തനായ യഹോവയുടെ നിഴലിൻ കീഴിൽ പാർക്കണം. അവനെ കുറിച്ചാ ബൈബിൾ പറയുന്നേ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറം എനിക്കുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളം എനിക്കുണ്ട്, പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവം എനിക്കുണ്ട്. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും, മരണനിഴലിന്റെ സാഹചര്യങ്ങളിലൂടെ പോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. ആര്? യഹോവ ഇടയനായിരിക്കുന്ന വ്യക്തി, ദൈവവുമായി ബന്ധമുള്ള വ്യക്തി. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, പരസ്പരം പഴിചാരുവാനും ചിരിക്കുവാനും വിമർശിക്കുവാനും കളിയാക്കുവാനും ഉള്ള നേരമല്ല. അത് പിശാച് നിങ്ങളിൽ മുതലെടുക്കുകയും നിങ്ങളുടെ ആത്മമനുഷ്യൻ തകർന്നു പോകുകയും ശത്രു നിങ്ങളെ പൊളിച്ചു കളയുകയും ചെയ്യും. ബൈബിൾ പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നുണ്ട്, അരമുറുക്കുക, കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ നീ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഈ രാത്രി പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഹൗ ടു റിസ്റ്റോർ the anointing of God our life. എങ്ങനെ ദൈവികമായ അഭിഷേകത്തെ നമ്മളിൽ നിലനിർത്താം? എങ്ങനെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വസിക്കാം? എങ്ങനെ നമുക്ക് സൗഖ്യം പ്രാപിക്കാം? ഒന്നാമതായിട്ട് വേണ്ടത് കർത്താവുമായി, യേശുവുമായി വ്യക്തിപരമായൊരു ബന്ധം നമുക്കുണ്ടാകണം. ദൈവമായി get alone with him. ദൈവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഈ ദിവസങ്ങളിലൊക്കെ പലരും ഫ്രീ ആണ്. നമ്മുടെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമങ്ങൾ, ആ ചെയിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പലയിടത്തും മീറ്റിങ്ങുകൾ നിർത്തിവെച്ചിരിക്കുക, വിവാഹങ്ങൾ പോലും. സ്കൂളുകളെല്ലാം അടച്ചിരിക്കുക, കോളേജുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക, എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുക. പല
ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പല ജോലിക്കാർക്കും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുക. പലരും ഫ്രീ ആണ്. എന്നാൽ ഈ സമയം കോമഡി കണ്ടുകൊണ്ടിരിക്കാനും തമാശ പറയാനും ചുമ്മാ ചാറ്റ് ചെയ്ത് സമയം കളയാനും വെറുതെ നടന്ന് ഇല്ലാതാക്കാനും അല്ല പ്രിയപ്പെട്ടവരെ. ദൈവം ഇങ്ങനൊരു സാഹചര്യം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും. കുറേയും കൂടെ കർത്താവിനോട് നിങ്ങൾക്ക് അടുത്ത് വരാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നല്ലവനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. നമ്മുടെ ദൈവം നമ്മളെ കൈവിടാത്തവനാ. അവൻ നമ്മുടെ പ്രിയ സ്നേഹിതനാ. അവൻ നമ്മുടെ സകലവുമാ. അവൻ നമ്മുടെ സർവവുമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഗെറ്റ് അലോൺ വിത്ത് ഹിം. ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലുള്ള പ്രയോജനം എന്താ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. But you, when you pray, go into your inner room, close your door and pray to your Father who sees what is done in secret will reward you. ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്കതിന് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. നിങ്ങൾക്കൊരു മറുപടി ഉണ്ട് നിശ്ചയം. എന്നാൽ എന്തുകൊണ്ടാണ് യേശു കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കുവാൻ ആവശ്യപ്പെട്ടത്? കടകടച്ച് പ്രാർത്ഥിക്കുവാൻ യേശു എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു? ബിക്കോസ് ദ ഡിസ്ട്രാക്ഷൻസ് വിൽ കിൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശല്യങ്ങൾ പ്രാർത്ഥനയിലുള്ള ആത്മീയ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ഫോണോ നിങ്ങളുടെ മറ്റ് യാതൊരു സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കരുത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി അറിയിക്കുന്നു, നിങ്ങളുടെ പ്രെയർ ലൈഫിനെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ഓൺലൈൻ ഫാസ്റ്റിംഗ് പ്രെയർ പരിശുദ്ധാത്മാവിൽ നിയോഗത്തിൽ നടത്താൻ പരിശുദ്ധാത്മാ പ്രേരിപ്പിച്ചത് തന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ സന്ധ്യാസമയങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഏതൊരു മീഡിയ നിങ്ങൾ തുറന്നാലും, ഏതൊരു സംഭവങ്ങൾ ഈ ദിവസങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങളുടെ അകത്ത മനുഷ്യന് ഭീതി ഉണ്ടാക്കുന്ന, ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതൊന്നും നിങ്ങളുടെ അകത്ത മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്യത്തില്ല. ഈ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുമ്പം, ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ, ഈ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ട്. ഇത് പരിഹരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ കാണണം, നിങ്ങൾ ദൈവസന്നിധി കാണണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് നടന്നാൽ എടുക്കപ്പെടണം. പ്രൈസ് ഗോഡ്. ഈ വിഷയങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വളരെ കൃത്യതയോടെ അറിയിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട് പറയുക. നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ഇന്ന് പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നില്ലെന്ന് കരുതി നിങ്ങളെ അടിക്കുന്നവനും പിടിക്കുന്നവനും ഒന്നും അല്ല ദൈവം. പക്ഷേ എങ്ങനെ ദൈവത്തോട് സംസാരിക്കാതിരിക്കും? എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും? എങ്ങനെ കർത്താവിനോട് നമ്മൾ സമയം ചെലവഴിക്കാതിരിക്കും? നമ്മുടെ അപ്പനോട്, നമ്മുടെ അമ്മയോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടല്ലേ? പക്ഷെ നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന, ഓരോ ദിവസവും പരിപാലിക്കുന്ന, ഓരോ ദിവസവും നിലനിർത്തുന്ന, ഹല്ലേലൂയ, പല പ്രതിസന്ധികളാ ലോകത്തിൽ പല പ്രശ്നങ്ങളും മനുഷ്യർ അനുഭവിക്കുമ്പോൾ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ച് നിലനിർത്തിയിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. DGS ദിനകരൻ അങ്കിളുടെ ശുശ്രൂഷയിൽ നടന്നൊരു സംഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ, അവിടെ നടന്ന ഏറ്റവും വലിയൊരു മീറ്റിംഗിൽ താൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ദിനകരൻ അങ്കിളിനെ ക്ഷണിക്കാനായി എയർപോർട്ടിൽ വന്നു. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറുമായിട്ടാണ് DGS ദിനകരൻ അങ്കിളിനെ, ആ കർത്തൃദാസനെ വിളിക്കാനായി ഈ മനുഷ്യൻ എയർപോർട്ടിൽ വന്നത്. ആ കാറിനകത്ത് ദിനകരൻ അങ്കിൾ കയറി തന്റെ ലഗേജ് ഒക്കെ വെച്ച് ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം മുതൽ ക്രൂസൈഡ് കൺവെൻഷൻ സിംഗപ്പൂരിൽ ആരംഭിക്കുകയാണ്. ഈ വണ്ടി ഓടിക്കുന്നത് ആ വണ്ടിയുടെ ഉടമസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ആ മനുഷ്യൻ ദിനകരൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളിനെ എയർപോർട്ടിൽ വിളിക്കാൻ വരാനും അങ്കിളിനെ കാണാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഞാൻ വലിയൊരു പദവിയായിട്ട് കാണുകയാണ്. പക്ഷെ എൻ്റെ സാക്ഷ്യം അങ്കിളൊന്ന് കേൾക്കണം.
ഞാൻ വളരെ തകർന്ന ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. യേശു വിളിക്കുന്നു, ജീസസ് കോൾസിന്റെ പ്രാർത്ഥന ഞങ്ങളെ ഒത്തിരി സ്ട്രെങ്തൻ ചെയ്തു. ആ സമയത്ത് അങ്കിൾ പ്രവചിച്ച പേര് വിളിച്ച് പ്രവചിച്ച പ്രവചനം എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെട്ടു. എൻ്റെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നു. എനിക്കിപ്പോൾ ഒത്തിരി ഡ്രൈവർമാരുണ്ട്, ഒത്തിരി വാഹനങ്ങളുണ്ട്, ഒത്തിരി കമ്പനികളുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ വാഹനത്തിൽ അങ്കിളിനെ വിളിക്കാൻ ഞാൻ തന്നെ വന്നത് എൻ്റെ കർത്താവിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവപുരുഷനോട് നന്ദി സൂചകമായിട്ടാണ് ഞാൻ കടന്നു വന്നേ. ദിനകരങ്ങൾ ഒന്നും പറഞ്ഞില്ല, താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞു. ഹോട്ടലിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. ഹോട്ടലിൽ ഇറക്കി വിടുമ്പോൾ ഈ ബിസിനസ്സുകാരനായ മനുഷ്യൻ DGS ദിനകരൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളിനോടൊക്കെ ദൈവം സംസാരിക്കാറുണ്ട്, ദൈവം ഇടപെടാറുണ്ട് പ്രാർത്ഥനയിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 3 ദിവസവും അങ്കിളിനെ ഈ ഹോട്ടലിൽ നിന്ന് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും ഞാൻ തന്നെയാണ്. ഈ 3 ദിവസത്തിനകത്ത് അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്തെങ്കിലും എന്നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് എന്നോടൊന്ന് പറയണം. എനിക്കതിൽ വലിയ വിശ്വാസമാണ്. 1-ാമത്തെ ദിവസം ഈ ഹോട്ടലിൽ വന്ന ഈ മനുഷ്യൻ DGS ദിനകരൻ അങ്കിളിനെ കൺവെൻഷൻ സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ആശ്ചര്യപൂർവ്വം ഈ മനുഷ്യൻ അങ്കിളിനോട് ചോദിച്ചു, അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ? ദൈവം എന്തെങ്കിലും സംസാരിച്ചോ? ദിനകരൻ അങ്കിൾ പറഞ്ഞു, ഇല്ല. 2-ാമത്തെ ദിവസം ഈ മനുഷ്യൻ ഇത് തന്നെ ചോദിച്ചു. DGS ദിനകരൻ അങ്കിൾ പറഞ്ഞു, ഇല്ല ബ്രദർ, ദൈവം എന്നോടൊന്നും സംസാരിച്ചില്ല. 3-ാമത്തെ ദിവസം ഏറ്റവും ഒടുവിൽ ഈ കൺവെൻഷൻ ഞായറാഴ്ച തീരുമ്പോൾ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ആ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ബിസിനസ്സുകാരൻ പറഞ്ഞു, അങ്കിളെ നാളെ അങ്കിൾ തിരിച്ചു പോവുകയാണ്, ദൈവം എന്തെങ്കിലും ഇന്ന് എന്നെ കുറിച്ച് സംസാരിച്ചോ? ദിനകരൻ അങ്കിൾ പറഞ്ഞു, ഇല്ല, ഒന്നും സംസാരിച്ചില്ല. തിങ്കളാഴ്ച ദിവസം ചാങ്കി എയർപോർട്ടിൽ ദിനകരൻ അങ്കിളിനെ കൊണ്ടുവിടാൻ ഈ മനുഷ്യൻ കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, യാത്രാ മധ്യേ അങ്കിളിനെ നോക്കി ഇനി ആ ചോദ്യം ചോദിക്കണമോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ DGS ദിനകരൻ അങ്കിൾ ആ മനുഷ്യന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ദൈവം എന്നോട് സംസാരിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ആശ്ചര്യത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് എൻ്റെ കൈ വിറയ്ക്കാൻ, ഞാൻ ഈ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കട്ടെ, പാർക്കിംഗ് ഏരിയയിലോട്ടൊന്ന് നിർത്തിക്കോട്ടെ, എനിക്കൊന്ന് കേൾക്കണം. അദ്ദേഹം ആ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്തു. അങ്കിളിനോട് ചോദിച്ചു, എന്താ അങ്കിളെ ദൈവം എന്നെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞാട്ടെ? ദിനകരൻ അങ്കിൾ പറഞ്ഞു, ഇത്രാം ആണ്ടിൽ ഇത്രാം വർഷത്തിൽ നിന്റെ തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും നടുവിൽ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു. എൻ്റെ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിന്റെ റൂമിൽ എൻ്റെ ദൈവം നിന്നെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അവൻ നിന്നോടും നീ അവനോടും സംസാരിക്കുമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞ് സമൃദ്ധിയും അനുഗ്രഹവും പദവിയും ബിസിനസ്സും ഒക്കെ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പലതവണ എൻ്റെ ദൈവം നിന്നിൽ നിന്ന് കേൾക്കാനും നിന്നോട് സംസാരിക്കാനും നിന്റെ മുറിയിൽ വന്നു. പക്ഷെ അപ്പോഴൊക്കെയും നീ ലാപ്ടോപ്പിന്റെ മുൻപിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലും നിന്റെ സ്റ്റാഫുകളോടും നീ വളരെ തിരക്കായിരുന്നു. നീ വാഹനം ഓടിച്ചു പോകുമ്പോൾ സ്തോത്രം, നിന്റെ കൂടെ എൻ്റെ ദൈവം നിന്റെ സീറ്റിനോട് ചേർന്നിരുന്നു. അപ്പോഴും ദൈവം ചിന്തിച്ചു, യേശു ചിന്തിച്ചു, എന്തെങ്കിലും നീ സംസാരിക്കുമെന്ന്. നിന്നോട് പലതും അവന് പറയാനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം നീ ഇയർഫോൺ വെച്ച് ഫോണിൽ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരുന്നു. പലതവണ പല കാര്യങ്ങൾ നിന്നെ അറിയിക്കുവാൻ അവൻ നിന്റെ അരികിൽ വന്നു. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെയും നീ ഉറങ്ങിക്കിടക്കുമ്പോഴും നിന്റെ റൂമിൽ അവൻ നിന്നെ വിസിറ്റ് ചെയ്തു. മോനെ, ഈ ദിവസങ്ങളിൽ നിന്റെ അരികിൽ വരുന്ന കർത്താവിനോട് നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അവനും ചിലത് നിന്നോട് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അത് ഉത്തമ മാതൃകയല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു? യേശു കർത്താവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ യേശുവിന്റെ മേലിറങ്ങി. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് മുൻപ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്നാമത് ചെയ്തത് യേശു കർത്താവ് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് അവിടെ നിന്നും ഉപവാസത്തിന്റെ മലയിലേക്ക് കടന്നുപോയി 40 രാവും 40 പകലും പിതാവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗലീലയിലേക്ക് കർത്താവ് ചെന്നു. അവിടെയെല്ലാം
5 2 മീനും കയ്യിലെടുത്ത് വെച്ച് യേശു പ്രത്യേകിച്ച് ശക്തി പ്രകടനം ഒന്നും നടത്തുകയല്ലായിരുന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു. ലാസറിന്റെ കല്ലറവാതിക്കൽ വന്ന് യേശു കർത്താവ് പ്രത്യേകിച്ച് എന്തെങ്കിലും നടത്തുകയല്ലായിരുന്നു. ആ കല്ലറവാതിലിൽ നിന്ന് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രാർത്ഥിച്ചിട്ട് ലാസറിന്റെ കല്ലറയിലേക്ക് നോക്കി പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. യേശു കർത്താവ് പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. താങ്ങുവാൻ കഴിയാത്ത, വഹിക്കുവാൻ കഴിയാത്ത ഭാരം, വ്യഥ, വേദന യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ, മാനവകുലത്തിന്റെ പാപവും ശാപവും രോഗവും താൻ വഹിച്ചപ്പോൾ, തന്റെ വിയർപ്പ് തന്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്നതിന് പകരം രക്തം പൊടിയാൻ തുടങ്ങി. ആ സമയത്ത് ശിഷ്യന്മാർ ഉറങ്ങുമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കല്ലേറ് ദൂരത്തോളം അവൻ വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പിതാവിനോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. പ്രതിസന്ധികളുടെ നടുവിലും വേദനയുടെ നടുവിലും തനിക്ക് തന്നെ താൻ നിയന്ത്രിക്കുവാൻ കഴിയാതെ ഭാരത്തിന്റെ വ്യഥയുടെ നടുവിലും യേശു കർത്താവ് ആ വേദനയെ പ്രാർത്ഥനയിൽ നേരിട്ടു. ഏറ്റവും ഒടുവിൽ കുരിശിൽ കിടന്ന്, പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് കാണാം. ഈ 2020 ഈ മാർച്ച് മാസത്തിൽ ഇന്നേ ദിവസം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും യേശു കർത്താവ് സ്വർഗത്തിൽ തന്നോട് പക്ഷപാതം ചെയ്യുന്ന, തൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. യേശു ഇപ്പോഴും തൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമോ? സഭാവിശ്വാസികളോട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിലും, അല്ല ഒട്ടുമുക്കാലിടങ്ങളിലെല്ലാം, ലോകത്തിന്റെ രാജ്യങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും പ്രാർത്ഥന നടക്കുന്നില്ല. ചർച്ചുകളിൽ പ്രാർത്ഥന നടക്കുന്നില്ല. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഒരു ചർച്ചിൽ വന്ന് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ചർച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആദിമസഭ എന്തായിരുന്നു? ആദിമസഭ കെട്ടിടങ്ങളിലല്ല ആരാധന നടന്നത്. അപ്പോസ്തലന്മാരുടെ കാലത്തിൽ ജെറൂശലേമിൽ ആരാധന നടന്നത് ഭവനങ്ങളിലാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ കിട്ടിയ അവസരത്തെ, സാഹചര്യത്തെ നിങ്ങൾ ഉപയോഗിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഈ ദിവസങ്ങളിൽ DGS ദിനകരനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനോട് പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവിന് നിങ്ങൾക്ക് ചിലത് കൈമാറാനുണ്ട്, നിങ്ങളെ ചിലത് ഏൽപ്പിക്കുവാനുണ്ട്, അവന് ചിലത് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ എനിക്കറിയാം, പ്രാർത്ഥനയുടെ വലിയൊരു ആത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രശസ്തനായ ലോകപ്രസിദ്ധനായ D.L. മൂഡി എന്ന മിഷണറി പറഞ്ഞ വാചകം എന്നാണെന്നറിയാവോ? ലോകത്തെ ചലിപ്പിക്കുന്ന കരത്തെ നീ ചലിപ്പിക്കുന്നതാണ് നിന്റെ പ്രാർത്ഥന. ഭൂഗോളത്തെ ചലിപ്പിക്കുന്ന കരത്തെ നീ ചലിപ്പിക്കുന്നതാണ് നിന്റെ പ്രാർത്ഥന. ജോഷുവയുടെ കാലഘട്ടത്തിൽ ജോഷുവ പ്രാർത്ഥിച്ചപ്പോ, ദൈവസന്നിധിയിൽ അവർ ഒന്നിച്ച് നിലവിളിച്ചപ്പം, ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചില്ല, ഒരു ദിവസം സൂര്യൻ ഉദിച്ചു നിന്നു. ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു ദിവസം സൂര്യൻ അവിടെ നിന്നെങ്കിൽ, തിമായിയുടെ മകനായ ബർത്തിമായി എന്ന ഭിക്ഷക്കാരൻ, ഒരു യാചകൻ വഴിയരികിൽ ഇരുന്ന്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ, സൂര്യനെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അവന്റെ മുമ്പിൽ നിന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവസന്നിധിയിൽ എങ്ങനെയാ ഇരിക്കേണ്ടത്? വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം ഈ 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവർ അടുക്കൽ വന്നു. അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ
ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ശ്രദ്ധിക്കാം, മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥന എന്ത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി എന്ത് എന്ന് യേശു പഠിപ്പിക്കുന്നു. യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ഓരോ പദങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു കർത്താവിന് പ്രാർത്ഥിക്കണം, തനിച്ച് പിതാവിനോട് സമയം ചെലവഴിക്കണം. ഒന്നാമതായിട്ട് കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? ബൈബിൾ പറയുന്നു, ഒന്നാമതായി യേശു കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ശിഷ്യന്മാർ തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. 2 കാറ്റഗറിയിലുള്ളവരെ യേശു കർത്താവ് ഒഴിവാക്കി. ഒന്ന്, യേശു കർത്താവ് പുരുഷാരത്തെ, ഈ പുരുഷാരം എപ്പോഴും താ 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 എന്ന് പറഞ്ഞിരിക്കുന്നവരാ. അപ്പം താ, വിടുതൽ താ, സൗഖ്യം താ, നന്മകൾ താ. അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നടക്കുന്നവരാണ് ഈ പുരുഷാരം കൂടുതൽ ആൾക്കാരും. ഒന്ന്, അവരെ കർത്താവ് പറഞ്ഞു വിട്ടു. ശിഷ്യന്മാർ പല സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കാത്ത ശിഷ്യന്മാരെ നമുക്ക് കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുക, പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ശിഷ്യന്മാരെ നമുക്ക് കാണാം. അവരെ കർത്താവ് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഇവര് പോകുകയല്ല. പദങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പുരുഷാരത്തെ പറഞ്ഞു വിട്ടു. ഈസി ആയിട്ട് പറഞ്ഞു വിടാം. ഇന്ന് യോഗം കഴിഞ്ഞിരിക്കുക, നിങ്ങളെല്ലാം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ശിഷ്യന്മാർ അങ്ങനെ പോകാൻ വന്നവരല്ല, ശിഷ്യന്മാര് കൂടെ കൂടിയവരാണ്. പക്ഷെ അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. എന്നിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ഓൺലൈനിൽ ഈ ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ മാതൃക, നമ്മുടെ മോഡൽ, റോൾ മോഡൽ എന്ന് പറയുന്നത് ഏതെങ്കിലും പാസ്റ്റർമാരോ ഉപദേശിമാരോ അച്ഛന്മാരോ തിരുമേനിമാരോ ചമ്മാച്ചന്മാരോ അല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. പൗലോസിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിനെ ഞാൻ അനുകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ അനുകാരികളാകാവൂ. എന്നിലുള്ള ക്രിസ്തുവിന്റെ ഭാവത്തെ മാത്രമേ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാവൂ, സ്വീകരിക്കാവൂ. മനുഷ്യനാകുമ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ട്, കുറവുകളുണ്ട്, നന്മ തിന്മകളുണ്ട്, ബലഹീനതകളുണ്ട്. അതൊന്നും നിങ്ങൾ റിസീവ് ചെയ്യല്, അതൊന്നും നിങ്ങൾ മോഡലാക്കരുത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവിൻ. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഇപ്പൊ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ ആരെ പോലെ ആകാനാണ് അങ്ങയുടെ ഇഷ്ടം? എത്ര പേരിന്ന് രാത്രിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്? കർത്താവേ ഞാൻ എന്താകാനാണ് അവിടുത്തെ ഇഷ്ടം? കർത്താവ് ഒരിക്കലും പറയത്തില്ല നീ ബെനിഹിനെ പോലാക്, നീ റെയ്നാഡ് ബോംഗെ പോലാക്, നീ ടിനു ജോർജ് പാസ്റ്ററെ പോലാക്, അല്ലെങ്കിൽ നീ ആ മനുഷ്യനെ പോലാക്, ഈ വ്യക്തിയെ പോലാകെന്ന് കർത്താവ് പറയില്ല. യേശു കർത്താവ്, പിതാവായ ദൈവം പറയുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ഏക നിർദ്ദേശം, നീ എൻ്റെ പുത്രനായ യേശുവിനെ പോലെയാകുക. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. അതല്ലേ എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. അപ്പോൾ യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ യേശുവിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതാവിനോടുള്ള തന്റെ ബന്ധം, പ്രാർത്ഥിക്കുന്ന മനോഭാവം. ഹല്ലേലൂയ. തന്റെ എല്ലാ സാഹചര്യങ്ങളും പ്രാർത്ഥനയിൽ നേരിടുന്ന ആറ്റിറ്റ്യൂഡ്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നാം വിജയിക്കും, നിങ്ങൾ പറന്നുയരും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ഇങ്ങനെ ഏകനായി പിതാവായ ദൈവം പറയുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ഏക നിർദ്ദേശം, നീ എൻ്റെ പുത്രനായ യേശുവിനെ പോലെയാകുക.
ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. അതല്ലേ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. അപ്പൊ യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ യേശുവിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതാവിനോടുള്ള തന്റെ ബന്ധം, പ്രാർത്ഥിക്കുന്ന മനോഭാവം. ഹല്ലേലൂയ. തന്റെ എല്ലാ സാഹചര്യങ്ങളും പ്രാർത്ഥനയിൽ നേരിടുന്ന ആറ്റിറ്റ്യൂഡ്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നാം വിജയിക്കും, നിങ്ങൾ പറന്നുയരും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ഇങ്ങനെ ഏകനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാര് വളരെ ദൂരത്തായെന്ന് എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ദൂരത്തായി. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. പല നാഴിക ദൂരത്തായി, വളരെ ദൂരത്തായി. പക്ഷേ കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവർ അടുക്കൽ വന്നു. ഇനി ശ്രദ്ധിക്കാം. യേശു കർത്താവ് മലമുകളിൽ പ്രാർത്ഥനയിലാണ് ഏകനായി. ശിഷ്യന്മാർ വള്ളവുമായി വളരെ ദൂരത്തിലെത്തി, വളരെ ദൂരത്തിലാണ്, കണ്ണെത്താ ദൂരത്തിലാണ്. പക്ഷേ പ്രാർത്ഥനയിലിരിക്കുന്ന യേശു തിരിച്ചറിയുന്നു തൻ്റെ ശിഷ്യഗണങ്ങൾ പ്രതിസന്ധിയിലാണെന്ന്. ഈ ലൈവിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ അറിയേണ്ട ഒരു വലിയ മർമ്മമുണ്ട്. ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ, ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ, ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ, ദേശത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ, നീ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ എൻ്റെ ദൈവം നിങ്ങളെ അറിയിക്കും. പ്രാർത്ഥിക്കുന്ന എത്രയോ അമ്മമാർ ഇതിന്റെ സാക്ഷികളാണ്. എത്രയോ അമ്മമാർ ഇതിന്റെ സാക്ഷികളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണോ? നിങ്ങൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന, ഡൽഹിയിൽ പഠിക്കുന്ന, റഷ്യയിൽ പഠിക്കുന്ന, കാനഡയിൽ പഠിക്കാൻ പോയ നിങ്ങളുടെ കുഞ്ഞ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങൾ കോട്ടയത്തിരുന്ന്, കൊട്ടാരക്കരയിരുന്ന്, തിരുവല്ല, നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളത് സെൻസ് ചെയ്യും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർ കടന്നു പോകുന്ന പ്രതിസന്ധിയെ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. എന്നിട്ട് യേശു എന്നാ ചെയ്തേ? ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിന്ന്, പ്രാർത്ഥനയുടെ മലയിൽ നിന്ന് യേശു കർത്താവ് ഇറങ്ങി നടന്ന് 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 യേശു കർത്താവ് നേരെ നടന്ന് ചെന്നത് എവിടോട്ടാ? കടലിലേക്കാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുന്നവൻ ഏത് തിരയുടെ മുകളിലൂടെ നടക്കും. പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിറങ്ങി വരുന്നവൻ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കും. പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിറങ്ങി വരുന്നവൻ ഒരു തിരകളെയും കണ്ട് ഭയപ്പെടത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നിങ്ങളെ മൂടത്തില്ല, നിങ്ങളെ കവിയത്തില്ല. നിങ്ങൾ അതിന്റെ മുകളിലൂടെ നടക്കും. നിങ്ങൾ ആ വിഷയത്തെ ജയിക്കും. ഈ സാഹചര്യങ്ങൾ മാറി എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. അന്ന് നിങ്ങൾ ചിരിക്കും. നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും. എത്ര പേർ അതിന് ഇന്ന് രാത്രി ഒരു ആമീൻ പറയാനുണ്ട്? എത്ര പേർ അതിന് ഒരു ആമീൻ പറയാനുണ്ട്? സാറ എന്ന് പറയുന്ന സഹോദരി, അബ്രഹാമിന്റെ ഭാര്യയായ സാറ വർഷങ്ങൾ കരഞ്ഞ സ്ത്രീയാണ്. ഹാഗാറിൽ ഇസ്മായിൽ ഉണ്ടായപ്പം സത്യം പറഞ്ഞ സാറയുടെ ഹൃദയം തകർന്നിട്ടുണ്ടാകും. തനിക്ക് ഉണ്ടാകാതെ പോയ, തൻ്റെ ഗർഭപാത്രത്തിൽ ജനിക്കാതെ പോയ ഒരു കുഞ്ഞ് തൻ്റെ ഭവനത്തിലെ വേലക്കാരിയിൽ നിന്ന് ജനിക്കപ്പെട്ടപ്പോൾ അവിടെ ചങ്ക് തകർന്നു കാണും. ഒത്തിരി കരഞ്ഞവളാണ് സാറ, ഒത്തിരി നിലവിളിച്ചവളാണ് സാറ, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നവളാണ് സാറ. അതുകൊണ്ടാണ് ദൂതൻ സാറയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാറ നിനക്കൊരു മകൻ ഉണ്ടാകും, അവന്റെ പേര് ഐസക് എന്നായിരിക്കും, ഇസഹാക്ക് എന്നായിരിക്കും. ഇസഹാക്ക്
ഐസക് എന്ന വാക്കിന്റെ അർത്ഥം ലാഫ്റ്റർ, ചിരി എന്നാണ്. നീ ഒത്തിരി കരഞ്ഞെങ്കിൽ, നീ ഒത്തിരി ദുഃഖിച്ചെങ്കിൽ, നീ ഒത്തിരി വിലാപം അനുഭവിച്ചെങ്കിൽ നിനക്കൊരു ചിരി വരുന്നുണ്ട്, നിനക്കൊരു സന്തോഷത്തിന്റെ നാൾ വരുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ഞാൻ ആരെയൊക്കെ നോക്കി പ്രവചിക്കുന്നു, നിനക്കൊരു സന്തോഷത്തിന്റെ നാൾ വരുന്നുണ്ട്. In the mighty name of Jesus. Hallelujah. ആ കടലിന്റെ മുകളിലൂടെ യേശു കർത്താവ് നടന്ന് പ്രതിസന്ധി അനുഭവിക്കുന്ന ശിഷ്യന്മാർ അടുക്കലെത്തി. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? പ്രതിസന്ധിയിൽ അകപ്പെട്ട പലർക്കും നിങ്ങളൊരു വിടുതലായി മാറും. പ്രതികൂലം അനുഭവിക്കുന്ന പലർക്കും നിങ്ങളൊരു അനുഗ്രഹമായി തീരും. വള്ളത്തിനകത്ത് നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പത്രോസ് യേശു കർത്താവിന്റെ മുഖത്ത് നോക്കി ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നെങ്കിലും അവന്റെ മനസ്സിൽ വെളിപ്പെട്ട ചിന്തയും അവിശ്വാസവും അവൻ കടലിലേക്ക് താണുപോയി കേട്ടോ. പക്ഷേ യേശു കർത്താവ് നമ്മുടെ തറയിൽ ഒരു പ്രതലത്തിൽ ടൈൽസ് ഇട്ട തറയിൽ നിൽക്കുന്ന പോലെ, ഒരു നല്ല ഉറപ്പുള്ള ഒരു പാറ നിൽക്കുന്ന പോലെയാണ് യേശു ആ വെള്ളത്തിന്റെ മേളിൽ നിൽക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആരെല്ലാം ഇളകി മുങ്ങിയാലും അവൻ ഉറച്ചു നിൽക്കും. താണുപോയ പത്രോസിനെ കൈ കൊടുത്ത് യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് പൊക്കി കയറ്റുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. താണുപോയവനെ കൈ പിടിച്ച് പത്രോസ് താണുപോയപ്പോൾ യേശു അവനെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്, പൊക്കി കയറ്റുകയാണ്. പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരും. നിങ്ങളുടെ തലമുറയ്ക്കൊരു അനുഗ്രഹമായി തീരും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വായിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാം. ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. അവൻ നമ്മെ ജീവിപ്പിക്കും, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മൾ അടുക്കൽ വരും. ഈ നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിലുള്ള മടുപ്പെല്ലാം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി റിഫ്രഷ്ഡ് ആകട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉയരട്ടെ. സ്തുതികളുടെ അറ്റ്മോസ്ഫിയർ ഉയരട്ടെ. വഴക്കുകൾ മാറിപ്പോകട്ടെ. ആശയക്കുഴപ്പങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ നെഗറ്റീവ് തിങ്സും നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ലോസ് യുവർ ഐസ് എവരിവൺ. Pray. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ കുടുംബങ്ങളെ, വ്യക്തികളെ നോക്കി അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ശാന്തത ഇന്ന് രാത്രി കർത്താവ് അയക്കുകയാണ്. ഒരു വലിയ ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവജനമേ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമ്മുടെ കുറവുകളെ ഏറ്റു പറയാം. താങ്ക് യു ലോർഡ്. മക്കളെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ലിവിങ് റൂമിൽ യേശു കർത്താവ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നേ? യേശു അവിടെ ഒന്ന് നിൽക്കുക, നിങ്ങളിൽ നിന്ന് കേൾക്കാൻ, നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ. ആകുലവേളകളിൽ അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ ഇന്ന് രാത്രിയിൽ അവൻ നിന്നെ കരങ്ങൾ നീട്ടി ആശീർവദിക്കും. നിങ്ങളുടെ കണ്ണുനീർ യേശു തുടയ്ക്കും. നിങ്ങളുടെ വിലാപം നൃത്തമാകും. നാം ക്രിസ്തുവിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൽ പുകഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകുലവേളകളിൽ ആശ്വാസം നൽകിടുന്ന, ആകുലവേളകളിൽ ആശ്വാസം നൽകിടുന്ന, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുന്ന, കാർമേഘം പോലെ
കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു. കർത്താവിന്റെ സന്നിധിയിലോട്ടൊന്ന് വന്നേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് ആരുളും സുഖഗാനം, ആഴലും മനസ്സിന് ആരുളും സുഖദാനം. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് ആരുളും സുഖദാനം, ആഴലും മനസ്സിന് ആരുളും സുഖദാനം. Thank you, Lord. Thank you, Lord. ആരുളും സുഖദാനം. ഈ നിമിഷം കുടുംബ പ്രാർത്ഥനകളിലായിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ടാണോ ഇപ്പോൾ ഇരുന്ന് തന്നെ വാച്ച് ചെയ്യുന്നത്? Can you please join hands? നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അപ്പൻ, അമ്മ, മക്കൾ നിങ്ങൾ ഒന്നിച്ചൊന്ന് കൈകൾ കോർത്ത് പിടിച്ച്, ഒന്നിച്ചൊന്ന് കൈകളെ കോർത്ത് പിടിച്ച്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാണോ കാണുന്നത്? കർത്താവിന്റെ മുമ്പിൽ ആ കരങ്ങളെ മലർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാനിയേലിനെതിരെ രേഖ തിരുത്തി എഴുതിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ യെരൂശലേമിന്റെ കിളിവാതിലുകളെ തുറന്ന് താൻ മുമ്പ് ചെയ്തു വന്നിരുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. യാബോക്കിന്റെ കടവിൽ ദൂതനോട് മല്ലു പിടിച്ച് യാക്കോബ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുടുംബമായിട്ട് ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി. നിങ്ങളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ദൈവദാസന് വേണ്ടി, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി, നിങ്ങളുടെ പട്ടണത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി കർത്താവ് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുവാനായി പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പമെങ്കിലും പുറകോട്ട് പോയെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ ആരും കമന്റുകൾ ചെയ്യാതെ, അങ്ങനൊന്നും, പ്ലീസ് സ്റ്റോപ്പ് ദ കമന്റ്സ് റൈറ്റ് നൗ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താങ്ക് യു ലോർഡ്. ദാസൻ യാക്കോബെ പോൽ രാക്കാലങ്ങളിൽ ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ കാട്ടിൽ കല്ലിന്മേൽ സ്വപ്ന തീലു
ദൈവമേ ഞാൻ ചേരട്ടെ. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുള്ളത്, ഈ ലൈവ് ചില മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്താലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെ ബൈബിൾ എടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കുറച്ച് സമയം ഒന്ന് മാറിയിരിക്കണം. നിങ്ങളുടെ പ്രെയർ ലൈഫിനെ ദൈവം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകും. കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയം എത്ര ആനന്ദമാണെന്നറിയാം. എല്ലാ ഭാരങ്ങളും കർത്താവിനോട് കൊടുക്കും. നിന്നോട് ദൈവമേ നിന്നോട് ദൈവമേ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ്. കൊടുങ്കാറ്റും തിരമാലയും ഈ പടകിലാഞ്ഞടിച്ചാലും സാധു എന്നെ കൈവിടാതെ നാഥൻ എന്നും എന്നെ നടത്തും. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും. ഈ ധരയിൽ ആപത്തിലും രോഗത്തിലും ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. പ്രത്യാശയുള്ള ദൈവമക്കൾ, ഞങ്ങളുടെ കൂടി പാട്ടിൻ്റെ വരികൾ നിങ്ങളിപ്പോൾ മുഴങ്കാലിരിക്കുകയായിരിക്കാം, എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കാം, കൈകളെ കോർത്ത് പിടിച്ചിരിക്കുകയായിരിക്കാം. ചേർന്ന് പാടാമോ? അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കൊടുങ്കാറ്റും തിരമാലകളും ഞങ്ങളുടെ പടകിൽ ആഞ്ഞടിച്ചാലും ആ സാഹചര്യത്തിലും ഞങ്ങളുടെ ഒപ്പമുള്ള കർത്താവിന് നന്ദി. എല്ലാ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഞങ്ങളെ വിടിപ്പിക്കുന്ന കർത്താവിന് നന്ദി. നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിയെ നീ സൗഖ്യമാക്കുമല്ലോ, നീ ജീവിപ്പിക്കുമല്ലോ, നീ അവരുടെ മുറിവുകളെ കെട്ടുമല്ലോ. നീ മുൻമഴ പോലെ അവർ അടുക്കൽ വരുമല്ലോ, നീ പിന്മഴ പോലെ അവരെ നനയ്ക്കുമല്ലോ. അവർ ജീവനുള്ളവരുടെ ദേശത്ത് സാക്ഷികളായി അങ്ങയുടെ നാമത്തിൽ പ്രയോജനപ്പെടുമല്ലോ. ഈ രാത്രിയിൽ ഞങ്ങളെ ലൈവായി കണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയാളികളായി ജയത്തോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവെ നീ അവിടുന്ന് കൃപ ചെയ്യണമേ. സ്വർഗം നിന്റെ കുഞ്ഞുങ്ങൾക്കായി വലിയവ ചെയ്യണമേ. ഏത് തിരകളുടെ മുകളിലൂടെയും ഏത് പ്രതിസന്ധികളുടെ നടുവിലൂടെയും ഞങ്ങൾക്ക് വേണ്ടി നടന്നു വന്ന് ഞങ്ങളെ കൈപിടിച്ച് കയറ്റുന്ന കർത്താവിന്റെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആ സംരക്ഷിക്കുന്ന കരത്തിൽ
വീണു പോകാതെ തന്റെ സന്നിധിയിൽ ഞങ്ങളെ നിർത്തുന്ന കരത്തിൽ, ഞങ്ങളെ താങ്ങുന്ന കരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുരാതനനായ ദൈവം ഞങ്ങളുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ശാശ്വത ഭുജങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ താങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും അത്ഭുതം ചെയ്യണമേ. ഈ ദിവസങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയുടെയും ചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെയും കേട്ട വചനത്തിന്റെയും റിസൾട്ട് വിടുതലുകളായി, സൗഖ്യങ്ങളായി, നിത്യജീവനായി അവർ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.